യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതിരാവിലെ തന്നെ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവവചനം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും വായിച്ചുകൊണ്ടും പുതിയൊരു ദിവസം തുടങ്ങുവാൻ നമുക്ക് അവസരം കിട്ടിയതിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 96-ാം സങ്കീർത്തനം 10-ാം തിരുവചനം. ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവിൻ, കർത്താവ് വാഴുന്നു. ലോകം സുസ്ഥാപിതമായിരിക്കുന്നു, അതിന് ഇളക്കം തട്ടുകയില്ല. അവിടുന്ന് ജനതകളെ നീതിപൂർവം വിധിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും പ്രധാന കർത്തവ്യമാണ് ദൈവമായ കർത്താവ് നമ്മുടെ ഇടയിൽ ഇപ്പോഴും ജീവനോടെ വാഴുന്നുണ്ട് എന്ന് പ്രഘോഷിക്കുക എന്നുള്ളത്. യേശു ലോകത്തോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ. ഈ ലോകത്തിൻ്റെ രക്ഷകനായി യേശു വന്നുവെന്നും ആ യേശു ഇപ്പോഴും നമ്മുടെ കൂടെ ജീവിച്ചിരിക്കുന്നുവെന്നും ആ യേശുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂവെന്നും പ്രഘോഷിക്കേണ്ടത് കർത്തവ്യം നമ്മളുടെ ഓരോരുത്തരുടെയും ആണ്. ദൈവം സ്ഥാപിച്ചിരിക്കുന്ന ഈ ലോകം, ക്രിസ്തുവാകുന്ന ശിരസ്സിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ സഭ ഒരിക്കലും അതിന് ഇളക്കം തട്ടുകയില്ല. ആ ദൈവം നീതിപൂർവമാണ് ഈ ലോകത്തെ വിധിച്ചുകൊണ്ടിരിക്കുന്നത്. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ നമ്മൾക്ക് ഭയത്തോടെ നിൽക്കാം. ആ ദൈവം ഇന്നും ജീവനോടെ നമ്മുടെ ഇടയിൽ വാഴുന്നു എന്ന് നമുക്ക് ലോകം മുഴുവനും പ്രഘോഷിക്കാം. കർത്താവായ ദൈവം നിങ്ങളെ ഇന്ന് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രഘോഷിക്കാനുള്ള കൃപ, വരം നിങ്ങൾക്ക് ലഭിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.